മനോരേട്ടാ, മോളുടെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. നാളെ അടച്ചില്ല തന്നെ അവന്മാർ തൂക്കിയല്ലോ. ഒണ്ടാമൗണ്ട് അടയ്ക്കും. മനുഷ്യരുടെ കാശില്ലാതെ നട്ടം തിരിയാ. എന്നപ്പോഴാ അതെങ്ങനെയാ? ഇവന്റെ കൈ ഒടിഞ്ഞിട്ട് 2 ആഴ്ചയല്ലോ ഈ സ്കൂളിൽ പോയിട്ട്. പിന്നെ എന്ത് പഠിപ്പിച്ചിട്ടാ ഇവന്മാർക്ക് ഫീസ് കൊടുക്കണ്ടേ? എന്ന് വെച്ചാ എങ്ങനെയാ? പിന്നെ ഞാൻ എന്നാ പറഞ്ഞു? എന്തോ നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ചൂടുവിടും. അതെ, നന്നായിട്ട് തിളപ്പിച്ചോ. നല്ല ചൂട് വേണം. മക്കള് കഴിച്ചോ? കഴിച്ചോ? ഹലോ, എന്താ കേക്കറേ? എനിക്കൊരു 10,000 രൂപ തരുമോ? ആ, തരാലോ. ഒരു കല്യാണം ഉണ്ടായിരുന്നു. പോകുമ്പോ എങ്ങനെയാ വെറും കൈയോടുകൂടി പോകുന്നേ? പാടില്ല പാടില്ല, വെറും കൈയോടെ പോകാനേ പാടില്ല. കല്യാണത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ടൊന്ന് ബ്യൂട്ടി പാർലറിലും കയറണം. അതെന്തായാലും കയറണം. സുന്ദരി കുട്ടിയായിട്ട് മടോണ പോകാവൂ. പൈസ ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം. ശരി മനോരേട്ടാ. ഓ ആയിക്കോട്ടെ. ഓ വെച്ചോ. എടി വെള്ളം ചൂടാക്കിയോ? എന്താ ഇത്? ഈ CD-യുടെ പിക്കപ്പ് കോയിൽ ഇതിനകത്തോണ്ട് കുത്തുന്നേ? അല്ല, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇത് അഴിച്ചത്. എന്നിട്ട് അല്ല, അപ്പോഴേക്കും നെറ്റ് തീർന്നുപോയി. അപ്പൊ വീഡിയോ സ്റ്റക്കായി. അപ്പൊ ഞാനും സ്റ്റക്ക് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. എന്തിനാടാ എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? 100 തവണ ഞാൻ പറഞ്ഞതല്ലേ അറിയാത്ത പണി ചെയ്യരുതെന്ന്. ഇങ്ങനെയാണ് ഞാൻ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ പണിക്ക് വെക്കൂട്ടോ. അങ്ങനെയാണ് എനിക്ക് പറയാനുണ്ട്. എന്ത് പറയാൻ? അത് പറടാ. എന്താ ഈ വഴിക്ക്? ഇവിടെയാണല്ലേ? ആ, വെറുതെ ഈ വഴി വന്നപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഇവിടെ എത്തിയപ്പോഴാ ബ്രേക്ക് ലേശം ആണോ? പ്രശ്നമുള്ള പോലെ. പുതിയ വണ്ടിയല്ലേ? അതെ, വഴിയില്ലല്ലോ. അങ്ങോട്ട് മാറിക്ക്. നോക്കട്ടെ. അല്ല, എങ്ങനെയുണ്ട് പയ്യൻ? സുന്ദരനാ. ആഹാ, കാനഡക്കാരൻ. നേഴ്സാ. ആണാ? കാനഡ എന്നൊക്കെ പറയുമ്പോ ലൈഫ് സേഫാ. ഒന്നും നോക്കണ്ട. എനിക്ക് ഈ നാട് തന്നെയാ ഇഷ്ടം. വെറുതെ അവിടെ പോയി -डिग्री തണുത്ത് വരയ്ക്കേണ്ട കാര്യമുണ്ടോ? മണ്ടത്തരം പറയല്ലേ. അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ലല്ലോ. അമ്മച്ചിയെ തനിച്ചാക്കി ഞാൻ അങ്ങ് പോകത്തില്ല. ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ. ജീവിച്ചു പോകാനൊക്കെ ഒരു ജോലിയുണ്ട്. ഈ നാട്ടിൽ തന്നെ അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാണ് എനിക്കിഷ്ടം. ബ്രേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. കല്യാണക്കാരി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ആലോചിക്കാം. ഹോസ്പിറ്റലിലേക്കാ? ശരിയെന്നാ. ശരി. ബോസ്, പാരമ്പര്യമായിട്ട് ബുള്ളറ്റ് മാത്രം നോക്കുന്ന ഒരു ബാച്ചിലർ ഫാമിലി ആണല്ലോ നമ്മുടെ. ബോസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്കൂട്ടി ആജീവനാന്തം നോക്കിക്കോട്ടെ. പോയി ചായ വാങ്ങിച്ചിട്ടോടാ. വെറുതെ അല്ലേ ഇയാൾക്ക് പെണ്ണ് കിട്ടാത്ത. എന്താടാ? നേരെ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നത്. അതും പാലക്കയം തട്ട്. എടാ, ഇതിനൊക്കെ കുറച്ചെങ്കിലും പൈസ കൈ കാണണ്ടേടാ. ഓ, എന്തിന്? എല്ലാ പ്രാവശ്യത്തെ പോലെ ഹോസ് ചെലവ് മുഴുവൻ ആകുമ്പോൾ വഹിച്ചോളും. പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം. അത് ഞാൻ നോക്കിക്കോളാം. താൻ വന്നാൽ മതി. എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ. അവള് വിട്ടില്ലേലോ? ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടോ നേരെ. പെങ്കോന്തൻ.